ഗിഫ്റ്റ് കിട്ടിയതാ. കട്ടിയാണ്ടിതുണ്ട്, പിന്നെ റോളക്സ് ഉണ്ട്. റോളക്സ് ഉണ്ട്. റോളക്സ് ഉണ്ട്. റോളക്സ് ഏതാ? ഇതാണ് റോളക്സ്. റോളക്സ് ഉണ്ട്. ഓക്കെ. ഇത് കൊറേ പേരുടെ ഒരു ഡ്രീം വാച്ച് ആയിരിക്കണമല്ലോ ഇത്, അല്ലേ? എനിക്കറിയില്ല. ആയിരിക്കും. തൊട്ട് നോക്കാൻ പറ്റിയത് തന്നെ ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. ഇനി നിങ്ങൾക്ക് പെർഫ്യൂമിന്റെ സെക്ഷനിലേക്ക് കടന്നാലോ? ഏത് പെർഫ്യൂം എപ്പോഴും ഉപയോഗിക്കുന്ന പെർഫ്യൂം ഏതാ? പെർഫ്യൂം ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്നത് എൻ്റെ ഹാൻഡ് ബാഗിൽ തന്നെ ഉണ്ടാവും. എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ഗുഡ് ഗേളും ആൻഡ് പ്രാഡ. ഓക്കെ, നൈസ്. ഇതാണ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത്. ഇവിടെ കുറെ വേറെ കളക്ഷൻസ് ഇങ്ങനെ ഗിഫ്റ്റ് ഒക്കെ കിട്ടുന്നതാണ്. ദുബായിലൊക്കെ പോകുമ്പോ ഓരോ ഫ്രണ്ട്സ് ഒക്കെ തരുന്നതാണ്. പക്ഷെ എന്നാലും അത് ഞാൻ ആർക്കെങ്കിലും കൊടുക്കും. എന്നാലും ചിലത് കളക്ട് ചെയ്ത് വെക്കും. ഇനിയിപ്പോ ഇവിടെ ബാൽക്കണി ഉണ്ട് ബെഡ്റൂമിൽ. ആ ബാൽക്കണി കൂടെ കാണിച്ചാലോ? കുഴപ്പമുണ്ടോ? ഇല്ല, ബാൽക്കണി ഒക്കെ വരുമോ? ഇല്ല, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് പേടിയൊന്നുമില്ല. ഓക്കെ. ഈ പറഞ്ഞ പോലെ ഈ ബാൽക്കണിയിലേക്ക് കടന്ന് നേരെ നോക്കി കഴിഞ്ഞാൽ നമ്മൾ അങ്കമാലി NH ആണത്. അതെ. അങ്കമാലി ടു എയർപോർട്ട് റോഡാണ്. നല്ല ബിസി ആയിട്ടുള്ള റോഡാണ്. എപ്പോഴും തിരക്കാ. ഇവിടെ ഒരു ഊഞ്ഞാൽ ഉണ്ടായിരുന്നു. ആ ഊഞ്ഞാൽ ഒരിക്കൽ എന്റെ മാനേജർ കുറച്ച് ഫാറ്റിയാണ്. പുള്ളിക്കാരൻ വന്നപ്പോഴത്തേക്ക് ഒറ്റ പൊട്ടല് പൊട്ടി അങ്ങനെ പോയതാണ്. ഞാൻ ചെയറിൽ വിട്ടിരുന്നെങ്കിൽ ഒരു കോഫി കുടിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കും. വൈകുന്നേരങ്ങളിലൊക്കെ വന്നിട്ട് കോഫിയൊക്കെ കുടിച്ച് റോഡിലിരുന്ന് നന്നായിട്ട് വായി നോക്കും. ശരിക്കും വായി നോക്കും. പക്ഷെ ഈ വായിനോട്ടം ഇവിടെ ഇരിക്കുന്നോണ്ട് വ്യക്തമാവില്ല. ആരാ പോന്നെ എന്താ പോന്നെന്ന് അറിയത്തില്ല. ചിലര് നോക്കിയിട്ട് പോകും. എന്നെ അറിയാവുന്നവര്. അത്രേ ഉള്ളൂ. ഇപ്പൊ സോഷ്യൽ ലൈഫിലൊക്കെ ഇപ്പൊ പുറത്തോട്ടൊക്കെ NH-ലോട്ടൊക്കെ ഇറങ്ങി നടക്കാനും ചായ കുടിക്കാനൊക്കെ പോകുന്നതിന് ബുദ്ധിമുട്ടൊന്നും? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്റെ ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഫേവറേറ്റ് ഒരു ഇഷ്ടത്തിൽ പെട്ടതാണ് ചായ കുടിക്കാൻ പോവുക എന്നുള്ളത്. ഓക്കെ. അതിനിടയിൽ ഞാൻ ഒരാളെ കൂടെ പരിചയപ്പെടുത്തട്ടെ. ഒറ്റ മിനിറ്റ് എന്നെ തന്നെ ഫോക്കസ് ചെയ്തോ കേട്ടോ. എടുക്കട്ടെ? കടിക്കൊന്നുമില്ലല്ലോ. സുന്ദരി. ഇത് സുന്ദരിയാണ്. ഇതാണ് സുന്ദരി. എല്ലാരും അവിടെ ഇവിടെ ഒക്കെ ഉണ്ടാവും. സുന്ദരിയാണ് ഇവിടുത്തെ ഏറ്റവും വഴക്കാളി അല്ലേ? വഴക്കാളി ഇവിടുത്തെ ഇവിളാണല്ലേ. ആരോ കേറി വന്ന പിന്നെ മേത്തേക്ക് ചാടിയിരുന്നത് സുന്ദരിയാണ് ഇവിടുത്തെ വഴക്കാളി. ഏറ്റവും വലിയ വഴക്കാളി ഇവളാണ്. സുന്ദരി, എടോ നീ വഴക്കാളിയാണോ? ശാന്ത സ്വരൂപമാണോ സുന്ദരി? വഴക്കാളി മീൻസ് കുറുമ്പ് കാണിച്ചോണ്ടിരിക്കും, അത്രേ ഉള്ളു. അല്ലാണ്ട് ആരും ഉപദ്രവിക്കത്തൊന്നുമില്ല. അടുത്ത സ്പോട്ടിലേക്ക് പോയാലോ? നമ്മളിപ്പോ പെർഫ്യൂം കണ്ടു, നമ്മളുടെ വാച്ച് കണ്ടു, ഇനി കുറെ ബാഗ് ഇരിപ്പുണ്ട്. സത്യം പറയാം, എന്തിനാ ഏറ്റവും കൂടുതൽ ക്രേസ് ഉള്ള സാധനങ്ങൾ? എന്താ? വാച്ചാണോ? വാച്ച് ആയിരിക്കണമല്ലോ. വാച്ച് 26 വാച്ച്. പിന്നെ എനിക്ക് ബാഗ് ഭയങ്കര ഇഷ്ടമാണ്. ബാഗിന്റെ കളക്ഷൻസ് പണ്ട് മുതലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബാഗ് അതറിയാൻ സാധിക്കുന്നുണ്ട്. എണ്ണിയാൽ ഈ പറഞ്ഞ പോലെ 25 മേലെ അത്രയൊന്നുമില്ല. ഞാൻ ഓരോരുത്തർക്ക് കൊടുത്തു. എന്റെ ഫ്രണ്ട്സിനും പിള്ളേർക്കും ഒക്കെ ഞാൻ കൊടുക്കും. ഇടയ്ക്കിടയ്ക്ക് ഞാൻ വരാം. എന്തായാലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ബാഗല്ല. യൂണിസെക്സ് ഒന്നും ഇല്ലല്ലേ? യൂണിസെക്സ് ഒന്നുമില്ല. എവിടെ ചെന്നാലും പ്രശ്നമില്ല. അതാണ് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരെണ്ണം. ഞാൻ എന്റെ ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും ട്രാവൽ ചെയ്യുമ്പം കഴിവതും കുറച്ച് വലിയ ബാഗ് യൂസ് ചെയ്യും. കാരണം പ്രൊഡക്ട്സ് ഒക്കെ കൊണ്ടുപോകണം. ഇത് ലൂയിസ് വിത്തോന്റെ പിന്നെ എപ്പോഴും എന്താ പറയാ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ബാഗല്ല, ഒരു കളക്ഷൻ ആണ്. അവരുടെ കളക്ഷനിൽ പെട്ട കൂടുതലായിട്ട് ഒരു പോകുന്ന ഒരു ഇതാണ്. പിന്നെ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, ഇതും LVയുടെ തന്നെ ബാഗാണ്. ഇത് അവരുടെ ഒരു സൂപ്പർ കളക്ഷനിൽ വരുന്ന ഒരു ബാഗാണ്. അപ്പം ഇതൊക്കെ ഞാൻ ഇങ്ങനെ എന്താ പറയാ, ഇപ്പം ഇതിനോടുള്ള ക്രേസ് ഒക്കെ നിന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബാഗ് ഏതാന്ന് ചോദിക്കുന്നല്ലേ? എനിക്കോ? എനിക്ക് ഇതാ ഇഷ്ടപ്പെട്ട. അത് ഗുച്ചിയാണോ? ഇവിടെ പിന്നെ പെയിന്റിങ്സ് ഒക്കെ ഇരിപ്പുണ്ട്. അതൊക്കെ ഓരോരുത്തർ ചെയ്തു തരുന്നതാ. ഞാനായിട്ടൊന്നും അങ്ങനെ ചെയ്തതല്ല. ഓരോന്ന് എനിക്ക് ഇങ്ങനെ ഓരോ ഗിഫ്റ്റുകളൊക്കെ തരുന്നതാണ്. അടുത്ത സാധനത്തിലേക്ക് പോയാലോ? സ്പെക്ക് ഷെയ്ഡ്സ് ഇത് കുറെ പോയി എന്റെ. കാരണം എന്റെ കയ്യിൽ കുറെ കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് ക്രിസ്ത്യൻ ഡിയോറിന്റെ നല്ലൊരു പീസ് എനിക്ക് ദുബായിൽ നിന്ന് കിട്ടിയായിരുന്നു. അത് അങ്ങനെ കിട്ടത്തില്ല. ലക്കിലി എനിക്ക് കിട്ടിയതാണ്. അപ്പം ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനേക്കാൾ കൂടുതൽ കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഞാൻ എവിടെയെങ്കിലും പോകുമ്പം അവിടെ വെച്ച് മറന്നു പോകും. സത്യം മറന്നു പോയിട്ട് ഞാൻ പലപ്പോഴും പിന്നെ അത് തപ്പി പോകുമ്പോഴത്തേക്ക് കിട്ടത്തില്ല. Wow. Looking like a wow. Looking like a wow.
അപ്പൊ എനിക്ക് ഇത് എന്താ പറയാ ഗ്ലാസ് ഭയങ്കര ഇഷ്ടമാണ്. സ്പെഷ്യലി ഞാൻ ദുബായിലൊക്കെ പോകുമ്പോൾ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. ഇവിടെ അങ്ങനെ അധികം ഗ്ലാസ് ഒന്നും യൂസ് ചെയ്യാറില്ല. ഡ്രൈവിംഗ് ചെയ്യുന്ന സമയത്താണെങ്കിലും ഒരു ചെറിയൊരു ഗ്ലാസ് ഉണ്ട്, അത് യൂസ് ചെയ്യത്തുള്ളൂ. പക്ഷെ ഇതിനകത്ത് എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഗ്ലാസ് ഒക്കെ പോയി, അതാണ് ഏറ്റവും വലിയ വിഷമം. ഇത് കിട്ടില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് സത്യം പറഞ്ഞാൽ മറ്റേ കങ്കണ റണൗട്ടൊക്കെ വരുന്ന പോലെ അല്ലെ, എയർപോർട്ടിൽ നിന്ന്. ഇത് കൊള്ളാം. ഇത് ഏത് ബ്രാൻഡാ? ഇത് ഏതാ? ഇത് ഏതൊരു ബ്രാൻഡ്, പക്ഷെ നല്ല നല്ല ഗ്ലാസ്സാ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ലൂയിസ് വിത്തൺ തന്നെയാണ് എന്റെ കയ്യിലുള്ളത് മോസ്റ്റ്ലി. അതൊക്കെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിക്കോട്ടെ, കുഴപ്പമുണ്ടോ? ഇല്ലല്ല, എനിക്ക് ഇപ്പോഴേ ട്രൈ ചെയ്യാൻ പറ്റുള്ളൂ. എങ്ങനെയുണ്ട്? വാവ്, സൂപ്പർ ആയിട്ടുണ്ടോ? സൂപ്പർ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, എന്താന്ന് ചോദിക്കും, എന്ത് വെച്ചാൽ അടിപൊളിയായിരിക്കും. അത് നല്ലതാണ്, അതിനാണ് പറയുന്ന കോൺഫിഡൻസ്. ഓക്കെ, അടുത്ത സ്പോട്ട് എവിടാ? ഇതാ എനിക്ക്, ഞാൻ ഇങ്ങനെ എന്താ പറയാ, ഞാൻ ബാൽക്കണിയിൽ ഇരിക്കുന്നത് പോലെ തന്നെ വല്ലപ്പോഴും കൂടി വന്നിരിക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു ലിവിങ് ഏരിയ. കൂടുതലും മീറ്റിങ്ങുകളും ഒക്കെ നടക്കുന്നത് ഇവിടെയാണ്. ആട്ടുതൊട്ടിലുണ്ട്, തൊട്ടില് ഇതിന് കുറച്ചു നേരം എന്ത് ദൈവമേ. ഞാൻ പറഞ്ഞില്ലേ, വാച്ച് നമ്മൾ കുറെ കണ്ടു, പെർഫ്യൂം ഉണ്ട്, തൊട്ട് ബാക്കിൽ ഇനി ചെരുപ്പുകളുടെ കളക്ഷന്റെ ഒരു കലവറയാണ്. അവിടെ ഇതുണ്ട്, ഇച്ചയുണ്ട്, സുന്ദരിയാണ് കാണിച്ചിരിക്കുന്നത് തോന്നുന്നു. അതോ കേക്ക് കൂട്ടാപ്പിയാണോ? ഇതൊക്കെ ഇവിടെ ഉണ്ടായിരുന്നോ? അല്ല, ഞാൻ മേടിച്ചിട്ടാണ്. പേടിക്കണ്ട. ഇത് 3 നിലയാണോ? 3 നിലയാണ്, പക്ഷെ 3ാമത്തെ നിലയില് ഒന്നും ചെയ്തിട്ടില്ല. ഇന്റീരിയർ ഒക്കെ ആരാ ചെയ്തേ? അപ്പൊ എനിക്കറിയില്ല, ഈ വീട് ഒന്നും ചെയ്തിട്ടില്ല, അതിന്റെ ആവശ്യമില്ല. ഇത് നമ്മൾ ഇത് ഞാൻ വാങ്ങിച്ചതാ. സെറ്റ് ഒക്കെ അവിടെ തന്നെ ഉണ്ട്. അതെ 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 അതെ. ഓ നൈസ് നൈസ് നൈസ്. ഇനി കുറച്ച് സെലിബ്രിറ്റി ഫോട്ടോസ് നമ്മൾ അവിടെ ഹാങ് ചെയ്തിട്ടുണ്ട്, 1-2 സ്ഥലങ്ങളിലായിട്ട്. ഹണി റോസിന്റെ കൂടെ. ഇതാണോ അമ്മ? ഇതാണോ? ഇതാണ് എന്റെ അമ്മ. അയ്യോടാ. ഓക്കെ, അമ്മയുടെ പേരെന്താ? തങ്കമ്മ. തങ്കമ്മ. നമുക്ക് തങ്കമ്മേനെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്താൽ. അമ്മ ഇല്ല ഇവിടെ, അമ്മ കൊല്ലത്ത് പോയിരിക്കുക. അമ്മ 2 ദിവസമായി പോയിട്ട്. ഇവിടെ തന്നെ നിങ്ങൾ? അമ്മ എന്റെ കൂടെയാ. നാട് കൊല്ലത്തായിരുന്നു. ഓക്കെ, ഇതാണ് നമ്മളെ തങ്കമ്മ അല്ലേ? അതെ, അതാണ് എന്റെ തങ്കമ്മ. എത്ര വർഷത്തിന് മുമ്പുള്ളതാ ഇത്? ഇത് ഒരു 4-5 വർഷത്തിന് മുമ്പുള്ളതാണ്. 4 വർഷത്തിന് മുമ്പുള്ള. ഓക്കെ, ഇത് അനന്യയാണോ? അത് അനന്യാണ്. ഓക്കെ, നൈസ്. ഇങ്ങനെ ഒരുപാട് പേരുടെ ഫോട്ടോസ് ഉണ്ട്. ഇവിടെ സൂര്യയുടെ ഫോട്ടോ ഉണ്ട്. സൂര്യ ഇത് ഞങ്ങൾ ആലുവയിൽ താമസിച്ചിരുന്ന സമയത്ത് അവളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ ആദ്യത്തെ ഓണം, അവളുടെ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ ഓണത്തിന് എടുത്തത്. ഓക്കെ, ഇനി ചങ്കിന്റെ ചങ്ക് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അങ്ങനെ ഒരാളുടെ ഫോട്ടോ ആണ് ഇവിടെ ഉള്ളത്. പ്രിയാമണിയുടെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിട്ട് വെച്ചതാണോ അത്? ഓർമ്മയ്ക്കല്ല, അത് പ്രിയ ചേച്ചിക്ക് ആരോ ഗിഫ്റ്റ് കൊടുത്തതാ വരച്ചിട്ട്. അപ്പൊ പ്രിയ ചേച്ചി അത് എനിക്ക് തന്നു. ഓക്കെ, ഇനിയുണ്ട് അല്ലേ? ഒരുപാട് സെലിബ്രിറ്റിയുടെ ഫോട്ടോസ് ഉണ്ട്. അതെ അതെ. ഇത് ഏത് ഇന്റർനാഷണൽ മോഡലാന്നൊന്ന് പറയോ? ഇത് ഇതാരെടുത്ത ഫോട്ടോയാ? ഒരു മാഗസിന് വേണ്ടിട്ട് എടുത്ത, ബെലീസ മാഗസിൻ എന്ന് പറഞ്ഞിട്ട് ഒരു മാഗസിന് വേണ്ടിട്ട് കവർ പേജ് ചെയ്തതാണ്. കിഡിലായിട്ടുണ്ട് അല്ലേ? അടുത്ത ആളുടെ ഫോട്ടോവും ഉണ്ട് ഇവിടെ, മമത മോഹൻദാസിന്റെ. മമത ഗിഫ്റ്റ് ചെയ്താണോ അത്? അല്ലല്ല, ഇത് ഞാൻ തന്നെ ചെയ്തതാണ്. ഞാൻ തന്നെ ഫ്രെയിം ചെയ്തതാണ്. ആണല്ലേ? നൈസ് നൈസ് നൈസ്. ഇനി നമുക്ക് താഴേക്ക് ഇറങ്ങിയാലോ? ഓക്കെ. സമ്മാനം വാങ്ങിക്കാൻ നമ്മൾ എത്ര മുകളിൽ പോയാലും താഴേക്ക് ഇറങ്ങുന്ന. തീർച്ചയായിട്ടും. ആൻഡ് മുകളിൽ നിന്ന് നമുക്ക് നല്ല വ്യൂ ഉണ്ട് താഴേലേക്ക്. ആര് വന്നാലും നമുക്ക് മുകളിൽ നിന്ന് തന്നെ അറിയാം അല്ലേ? ആൻഡ് ഇവിടെ ചെറിയൊരു ഡെക്കറേഷന് വേണ്ടിട്ട് ഒരു ഗിറ്റാർ. ഇവിടെ ഇത് ആര് വായിക്കുന്ന ഗിറ്റാറാ? ഒന്നും അറിയത്തില്ല, അതെല്ലാം കൂടി ഉണ്ടായിരുന്നു ഞങ്ങൾ ഈ വീട്ടിലേക്ക് വരുമ്പോ. ഓക്കെ, ആൻഡ് ഇവിടെ നമുക്ക് ഈ പ്രാർത്ഥിക്കുന്ന റൂമിലേക്ക് പോയല്ലോ. ഇത് അമ്മയുടെ ഏരിയ ആണ്. അമ്മ ഇവിടെ തന്നെയാണ്. അമ്മയുടെ വിളക്ക് കത്തിക്കലും എല്ലാം ഇത് അമ്മയുടെ കളക്ഷൻസുകളാണ്. ഇതെല്ലാം 2 കൂട്ടരും ഉണ്ടല്ലോ. എല്ലാം ഉണ്ട്. ഞാൻ അങ്ങനെ ഒരു എന്താ പറയാ, ഞാന് ഒരു മതത്തെ മാത്രമല്ല വിശ്വസിക്കുന്നത്. എന്റെ വിശ്വാസങ്ങള് എന്റെ സ്പെഷ്യലാണ്. അപ്പം എല്ലായിടത്തും എനിക്ക് വിശ്വാസങ്ങളുണ്ട്. അവിശ്വസിക്കേണ്ട കാര്യങ്ങളും ഉണ്ട്, അവിശ്വസിക്കുന്ന കാര്യങ്ങളും ഉണ്ട്. അതുകൊണ്ട് ആ വിശ്വാസങ്ങൾ ഞാൻ എന്റെ മുറുക്കെ പിടിക്കും. നമ്മൾ ഷൂട്ടിനൊക്കെ പോകുന്ന സമയത്ത് ഇവിടെ വന്നിട്ട് ഒരു 5 മിനിറ്റ് തീർച്ചയായിട്ടും ഞാൻ കർത്താവിന്റെ അടുത്തും മാതാവിന്റെ അടുത്തും ഒക്കെ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചിട്ട് കൃഷ്ണനോടും ദേവിയോടും ഒക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടേ പോകുള്ളൂ. കൃഷ്ണഭക്തിയാണെന്ന് തോന്നുന്നു. കൃഷ്ണഭക്തി ആയിരുന്നു. പിന്നെ ഇടയ്ക്ക് വെച്ച് ഞാൻ അങ്ങ് ദേവി ഭക്തിയായി. അതുകൊണ്ട് കൃഷ്ണൻ ഇച്ചിരി പിണങ്ങി. കൃഷ്ണന്റെ വിഗ്രഹം കൂടുതലിരിക്കുന്നത്.
ഇത് എന്റെ ഒരു സ്റ്റുഡന്റിന്റെ പാർലർ ഉദ്ഘാടനത്തിന് അവർ എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. ഓ ഇത് ഐ തിങ്ക് 35 kg ഉണ്ട്. ഇതല്ലേ ആ കള്ളന്മാര് കേട്ട പ്രശ്നമാണോ? 35 കിലോ ഉണ്ട്. അത് പന്തളത്ത് ആ പണ്ട് പുരാതന കാലം മുതലേ വിഗ്രഹങ്ങൾ ചെയ്യുന്ന ആ ഒരു ഏരിയ ആണല്ലോ പന്തളം, അവിടെ തന്നെ അവര് ചെയ്യിച്ചതാണ്. 10 വയസ്സുള്ള കുട്ടിയെ നടക്കുന്ന ഭാരമുണ്ട്, നല്ല വെയിറ്റ് ഉണ്ട് അതിന്. ഓ നൈസ്. എന്റെ നാളെ രോഹിണിയാ. ആണോ? കൃഷ്ണന്റെ നാളാ. സ്വഭാവം ഏതാണ്ട് അതുപോലെയൊക്കെ തന്നെ. അങ്ങനെ ആകാതിരിക്കും ജീവിതത്തില്. അങ്ങനെ ഇവിടെയാണ് കിച്ചന്റെ ഏരിയ. അതാ കിച്ചൺ ഏരിയ. ഓക്കെ നൈസ്. വിശാലമായ 916 ഷോറൂം ആണല്ലോ. ഇതാണ് കിച്ചൺ ഏരിയ. ഓക്കെ യെസ്, പ്രകാശപൂരിതമാവട്ടെ. കിച്ചണിലേക്ക് വന്നിട്ട് വർക്ക് ചെയ്യാറുണ്ടോ? പിന്നെ ഞാൻ കുക്കിങ്ങും എല്ലാ കാര്യങ്ങളും അടിച്ചു വാരലും തുടക്കലും ഒക്കെ ഞാനും ചെയ്യും. പിന്നെ എനിക്ക് അതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. കുക്ക് ചെയ്യാനുള്ള സമയം കിട്ടാറുണ്ട്? അല്ല, ഉള്ള തിരക്കാണെന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യൻ അങ്ങ് 365 ദിവസം ഒന്നും തിരക്കാവില്ല. ഈ തിരക്കാണ് എന്നൊക്കെ പറയുന്നത് വെറുതെയാ. നമുക്ക് നമ്മളുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മളുടെ ചിലരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് സമയം കണ്ടെത്താം. അത് നമ്മുടെ പേഴ്സണൽ ചോയ്സ് ആണ്. ചിലര് പറയില്ല തിരക്കായിരുന്നു, അവിടെ ആയിരുന്നു, ഇവിടെ ആയിരുന്നു എന്നൊക്കെ പറയുന്നതൊക്കെ ഓക്കെ, നമ്മളത് ആസ്വദിച്ചിലങ്ങ് വിടുക. സത്യം പറഞ്ഞാൽ നമുക്ക് നമ്മുടെ കാര്യങ്ങൾക്ക് തിരക്കില്ലാതെ നമുക്ക് സ്വയം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കേരളത്തിലെ അറിയപ്പെടുന്ന ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റും സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റുമാണ് രഞ്ജു രഞ്ജിമാർ. 20 വർഷത്തോളമായി മേക്കപ്പ് ആർട്ടിസ്റ്റായി സിനിമാ ലോകത്ത് പ്രവർത്തിക്കുന്നു. അവഗണനകളെ ആത്മവിശ്വാസം കൊണ്ട് മറികടന്ന് ജീവിത വിജയം നേടിയ കഥയാണ് രഞ്ജുവിന് പറയാനുള്ളത്. താൻ പൂർണ്ണമായും ഒരു സ്ത്രീയായ വ്യക്തിയാണെന്ന് രഞ്ജുമാർ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. രഞ്ജു അടുത്ത സൗഹൃദം സൂക്ഷിക്കുന്ന കുറേ താരങ്ങളുണ്ട്. നമ്മുടെ ഈ സിനിമ ഇൻഡസ്ട്രി നോക്കുകയാണെങ്കിൽ പല താരങ്ങളുടെയും വിവാഹത്തിനും അല്ലെങ്കിൽ പ്രത്യേക ഫംഗ്ഷന് എല്ലാ കാര്യങ്ങൾക്കും മേക്കപ്പ് ചെയ്യുന്നത് രഞ്ജുമാറാണ്. നമ്മുടെ ഭാവനയുടെ വിവാഹമാണ് അതിൽ ഏറ്റവും ഹിറ്റായി മാറിയ ഒരു വിവാഹം. കാരണം മേക്കപ്പിലാണെങ്കിലും വസ്ത്രമാണെങ്കിലും എല്ലാം കൊണ്ടും അടിപൊളിയായ ഒരു വിവാഹമായിരുന്നു. ആ വിവാഹത്തോടെയാണ് ശരിക്കും പറഞ്ഞാൽ രഞ്ജുമാർ ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയത്. പിന്നാലെ രഞ്ജുവിന്റെ സലൂൺ ആണെങ്കിലും മേക്കപ്പ് ആണെങ്കിലും വളരെ വലിയ ഒരു രീതിയിൽ ഹിറ്റായി മാറുകയും പലരും രഞ്ജുവിനെ തേടി എത്തുകയും ചെയ്തിട്ടുണ്ട്. കൊല്ലം ജില്ലയിലെ പേരൂരാണ് രഞ്ജുവിന്റെ സ്വദേശം. ഒരു ഓലപ്പുരയിൽ ജനിച്ചു വളർന്ന രഞ്ജു ഇന്നൊരു ബംഗ്ലാവിന് ഉടമയാണ്. അച്ഛൻ, അമ്മ, ചേച്ചി, ചേട്ടൻ ഇതായിരുന്നു രഞ്ജുവിന്റെ കുടുംബം. അച്ഛന് കൂലിപ്പണിയായിരുന്നു, അമ്മ കശുവണ്ടി ഫാക്ടറിയിലെ തൊഴിലാളി. പാടത്തിന്റെ വരമ്പിലായിരുന്നു രഞ്ജുവിന്റെ വീട്. അതിനാൽ ഓരോ മഴക്കാലവും പേടിപ്പിക്കുന്ന ഓർമ്മകളായിരുന്നു രഞ്ജുവിന്. ആ രഞ്ജു ഇന്ന് ലോകത്തെ അറിയപ്പെടുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റാണ്.